ന്യൂ ഇയർ ആയപ്പോൾ എല്ലാവരും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഈ ഗോൾസ് ഒക്കെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ? അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയറക്ഷനിലാണോ നമ്മൾ നടക്കുന്നത്? അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഗോൾസ് ഒന്നും വർക്ക് ചെയ്യാത്തത്? നമ്മൾ ലിസ്റ്റിൽ കൂടുതൽ ഗോൾസ് വെച്ചത് കൊണ്ടാണോ? അതോ ഏതെങ്കിലും നടക്കാത്ത കാര്യങ്ങൾ സെറ്റ് ചെയ്തത് കൊണ്ടാണോ? എന്താണ് പ്രശ്നം? അതാലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇത് വളരെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. എന്നാലും നമുക്ക് ഇതിൽ നിന്ന് കാര്യം കുറേശ്ശൊക്കെ തന്നെ മനസ്സിലാവും. ഈ ഗോൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗെയിമിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഗെയിം ഇത്ര മിനിറ്റ് ഉണ്ടെങ്കിൽ അതിൽ എത്ര ഗോൾസ് ഉണ്ടായിരിക്കാം? അത് ലെസ് ഫ്രീക്വന്റ് ആയിട്ടാണല്ലേ സംഭവിക്കുന്നത്. അല്ലാതെ ഇന്ന 5 മിനിറ്റ് കൂടുമ്പോൾ ഗോൾ അടിക്കണം എന്ന് അങ്ങനെ നിർബന്ധം വല്ലോ, അങ്ങനെ ഒരു റൂൾ എന്തെങ്കിലും ഉണ്ടോ ആ ഗെയിമിൽ? ഇല്ലല്ലോ. വളരെ ഫ്രീക്വൻസി കുറവുള്ള ഒരു ഇവന്റ് ആണ് ആ ഗെയിമിൽ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളും നമ്മളുടെ മനസ്സിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തോ അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യം വളരെ ദൂരെയാണത്, വല്ലപ്പോഴും നമ്മളെ കൊണ്ട് നടന്നേക്കാം, എന്നാൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ കുറെ പ്രയത്നിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ ഗോൾ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് അച്ചീവ് ചെയ്യാം എന്ന് നമ്മുടെ മനസ്സിലുള്ള ഒരു ആത്മവിശ്വാസം അത് കുറച്ച് കുറവായിരിക്കും. അതായത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, എത്തിപ്പെടാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം, അതാണ് നമ്മൾ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്തൊരു സാധനം ആദ്യം തന്നെ നമ്മുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, ഓ എന്നെ കൊണ്ട് ഇത് നടക്കുമോ? വളരെ വലിയൊരു സംഭവമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാം, മിക്കവാറും എന്നെ കൊണ്ട് പിടിച്ചാൽ കൂടുന്ന കാര്യമല്ല ഇത്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസ് ആണ് നമ്മളെ കൊണ്ട് മിക്കവാറും അച്ചീവ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു സെൽഫ് ബിലീവ് ഇല്ല, എന്നെ കൊണ്ട് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നു. അങ്ങനെയുള്ളത് 1-2 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ മനസ്സിലാവും ഇതെനിക്ക് പറ്റിയ പണിയല്ല. അങ്ങനെയാണ് മിക്കവാറും നമ്മുടെ ഗോൾസ് ഒക്കെ നമുക്ക് പകുതി വഴിക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണെങ്കിലോ, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു മിനിമം നിങ്ങൾ ടോളറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ താഴേക്ക് ഞാൻ ഒരിക്കലും പോകില്ല എന്നുള്ളത്. അതൊരു ഹാബിറ്റ് പോലെ ആവുകയാണ്, അതൊരു ഗോളല്ല. അതായത് ഞാൻ അച്ചീവ് ചെയ്യുന്ന എന്തോ മാക്സിമം കാര്യമൊന്നും അല്ല അത്. ഞാൻ മിനിമം ഇതിന് താഴെ ഞാൻ പോവില്ല. അതാണ് നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വെക്കേഷൻ കഴിഞ്ഞ് വന്നാൽ എനിക്ക് 2 ദിവസം റെസ്റ്റ് എടുത്താലേ വെക്കേഷന്റെ ക്ഷീണം മാറും എന്നുള്ള വെക്കേഷന് ഞാൻ ഇനി തൊട്ട് പോവില്ല. അതൊരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഇനി ഏത് വെക്കേഷന്റെ ഒരു ഐറ്റിനറി വന്നാലും നമ്മളത് നോക്കും, ഇത്ര ഹെക്റ്റിക് ആണോ, എന്നാൽ ഞാൻ ഇന്ന് തൊട്ട് ഞാൻ ഈ അങ്ങനത്തെ വെക്കേഷന് ഞാൻ പോകുന്നില്ല. ഒരു എക്സാമ്പിൾ. അതും അല്ലെങ്കിൽ ഞാൻ നോ പറയേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞാൻ ആദ്യത്തെ തവണ തന്നെ നോ പറയും. അല്ലാതെ 2-3-4 തവണ അത് ഒഴിവാക്കി വിട്ടിട്ട് അല്ലെ കുറച്ച് വലിച്ചു നീട്ടിയിട്ട് അങ്ങനെയല്ല. ഇന്ന് തൊട്ട് ഞാൻ നോ ആണ് എന്റെ ആൻസർ എങ്കിൽ അത് ആദ്യം തന്നെ ഞാൻ പറയും. അതൊരു സ്റ്റാൻഡേർഡ് ആണ്. അതായത് അതിൽ കുറഞ്ഞതൊന്നും ഞാൻ ചെയ്യില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, ഇതാണ് എന്റെ ന്യൂ സ്റ്റാൻഡേർഡ്, ഇതിൽ കുറവ് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറഞ്ഞു പോകാൻ നമ്മൾ മെന്റലി തന്നെ കുറച്ച് വിഷമിക്കും. ഓ അപ്പൊ എന്റെ സ്റ്റാൻഡേർഡിലും താഴെയായിട്ടാണോ ഞാനിപ്പോ ബിഹേവ് ചെയ്യുന്നത്? നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ്, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഞാൻ എന്റെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇത്ര കാര്യം ചെയ്തതിന് ശേഷമേ രാവിലെ ഞാൻ ഫോൺ നോക്കുള്ളൂ. അങ്ങനെ അത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ആണ്, അതൊരു ഗോൾ അല്ല. ഈ സ്റ്റാൻഡേർഡ്സ് നോൺ നെഗോഷ്യബിൾ ആണ്. അതായത് ഒരു രീതിയിലും ഞാൻ ഇതിന്റെ താഴെ വരില്ല. ഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത എന്തോ ഒരു വലിയ സംഭവം, അല്ലെ ഇത്ര ദിവസം ഞാൻ വർക്ക് ചെയ്താലേ അവിടെ എത്തൂ എങ്ങനെയുള്ള ഒരു സംഭവം. അതാകുമ്പോൾ നമ്മൾക്ക് എയിം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണെങ്കിലോ, മിനിമം ഞാനിത് ചെയ്യണം. ആ മിനിമം എന്നുള്ള ബാർ നിങ്ങൾക്ക് പെതുക്കെ പെതുക്കെ കൂട്ടി വരാം. നിങ്ങൾ ഓരോരോ രീതിയിലും ആ സ്റ്റാൻഡേർഡ് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് ഒന്ന് ഉയർത്താം. നിങ്ങളുടെ ബാർ ഒന്ന് മെല്ലെ ഉയർത്തിയിട്ട് ഇതാണ് എന്റെ പുതിയ സ്റ്റാൻഡേർഡ്, ഇപ്പൊ ഇനി ഇതിന്റെ താഴെ ഞാൻ പോവില്ല. അങ്ങനെയാണ് നമ്മൾക്ക് മേലോട്ട് ഉയരാൻ കഴിയുക. വളരെ വലിയൊരു ഗോൾ വെച്ചിട്ട് ആ ഗോളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തപ്പോൾ, അല്ലെങ്കിൽ അത് വളരെ വിദൂരമായിട്ടുള്ള ഒരു ഗോളായിട്ട് തോന്നുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും മെന്റലി. ആദ്യം തന്നെ നമ്മൾ സെൽഫ് ഡിഫീറ്റിംഗ് ആയിരിക്കുമോ, എന്നെ കൊണ്ട് ഇത് നടക്കുകയില്ല, ഇത് എന്ത് ദൂരെയാണ്. നമ്മൾ അതിന് പകരം ചെറിയ ചെറിയ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് സ്റ്റാൻഡേർഡ്സ് ഉയർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഗോൾ ആണെങ്കിലും അത് മെല്ലെ മെല്ലെ അവിടെ എത്തും. നിങ്ങൾ എന്തോ വലിയൊരു കാര്യം കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ അത് കിട്ടണം എന്നില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇതൊരു കാര്യം നിങ്ങൾക്ക് നോൺ നെഗോഷ്യബിൾ ആണ്, ഇതിന്റെ താഴെ ഞാൻ പോവില്ല, ഇതിന് കുറഞ്ഞതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറഞ്ഞത് നിങ്ങൾക്ക് സ്വയമേ ചെയ്യാൻ തോന്നുന്നതന്നെ ഇല്ല. എന്റെ പുതിയൊരു സ്റ്റാൻഡേർഡ് ആണ്, അതിൽ താഴെ പോയാൽ ഞാൻ എന്നെ തന്നെ പറ്റിക്കുന്ന പോലെ നമുക്ക് തോന്നും. നിങ്ങൾ സ്റ്റാൻഡേർഡ്സ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ ഓരോ തവണയും അല്ലെങ്കിൽ ഇന്ന ഒരു ഇന്റർവെല്ലിൽ അതിന്റെ ഒരു
ബാർ ഉയർത്തിക്കൊണ്ട് വരണം. അത് നിങ്ങൾ റീസെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്, എൻ്റെ പുതിയൊരു സ്റ്റാൻഡേർഡ് ഇതാണ്. ആ രീതിയിലാണ് നമ്മളുടെ പ്ലാൻസിനെ നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മൾ മെല്ലെ മെല്ലെയായിട്ട് അത് ഉയർന്നുകൊണ്ടേയിരിക്കും ആ സ്റ്റാൻഡേർഡ്. അതോടൊപ്പം നമ്മളും ആ ഡയറക്ഷനിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്ന വ്യക്തി എന്തെന്തെല്ലാം കാര്യങ്ങൾ സഹിക്കാൻ റെഡിയാണ്, എന്തെന്തെല്ലാം കാര്യങ്ങൾ ഒരിക്കലും ഞാൻ സഹിക്കില്ല, എനിക്ക് ഒരിക്കലും ഇത് സഹിക്കാൻ കഴിയില്ല, ഒരിക്കലും ഞാൻ ഇതിൽ കുറഞ്ഞൊന്നും ചെയ്യില്ല, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള വലിയ വലിയ ഗോൾസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾ പതുക്കെ ഈ സ്റ്റാൻഡേർഡ്സുമായിട്ട് അലൈൻ ചെയ്തിട്ട് സ്റ്റെപ്പായിട്ട് ഇന്ന് തൊട്ട് ഞാൻ ഇതിൽ താഴെ ഒന്നും ചെയ്യില്ല എന്നും, ഒരു 2 മാസം കഴിയുമ്പോൾ ഇപ്പൊ മേ ബി എന്റെ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി, ഇന്ന് തൊട്ട് ഞാൻ പുതിയൊരു ബാർ അതിനെ താഴെ ചെയ്യില്ല എന്നുള്ളതും അങ്ങനെ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു നോക്കൂ. നമ്മളിപ്പോ നേരത്തെ എക്സാമ്പിളിൽ ഡിസ്കസ് ചെയ്തതുപോലെ 2, 3, 4 സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ പുതുതായിട്ട് സെറ്റ് ചെയ്യാൻ നോക്കൂ. അതിപ്പോ ന്യൂ ഇയറിലാവണമെന്നില്ല, എന്നാണെങ്കിലും സെറ്റ് ചെയ്യാം പുതിയൊരു സ്റ്റാൻഡേർഡ്. കാരണം അത് എന്ന് തൊട്ടാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അന്ന് തൊട്ട് അത് ആപ്ലിക്കബിൾ ആണ്. ഇതിൽ താഴെ ഞാൻ ചെയ്യില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളുടെ ഗോൾസിന്റെ ലെവലിലേക്ക് നമ്മൾ റൈസ് ചെയ്യാൻ ശ്രമിക്കും, ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള എഫേർട്സ് നമ്മൾ അതുകൊണ്ടിടും. അതുകൊണ്ടാണ് വളരെ ഹൈ ഗോൾസ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഹൈ ഗോൾസ് എത്ര നല്ലൊരു വിഷൻ ആണെങ്കിലും അത് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്റേണലി നമുക്ക് ഇത് ഞാൻ എത്തിച്ചേരാൻ എന്നെ കൊണ്ട് കഴിയുമോ, ഇത്രയും എനിക്ക് ആവാൻ കഴിയുമോ എന്ന് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ വലിയ ഗോൾസിന് ആ ഒരു ടെൻഡൻസി ഉണ്ട്. എന്നാൽ നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത് അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. പിന്നെ ഓരോ തവണ നിങ്ങൾ അതിന്റെ താഴെ പോകുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യം അൺറിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് അക്നോളജ് ചെയ്യാനും കഴിയും. പക്ഷെ നിങ്ങൾ വലിയൊരു ഗോളിന്റെ നേരെ നിങ്ങൾ വർക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ശരിക്കും ആ ഡയറക്ഷനിലാണോ നടക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് ഈസിലി ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പൊ എല്ലാവരും 1, 2, 3 സ്റ്റാൻഡേർഡ്സ് ഇന്ന് തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ പുതിയ സ്റ്റാൻഡേർഡ്സ്, അതിന് താഴെ നിങ്ങൾ പോകാതിരിക്കാൻ നോക്കുക. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.